അപ്പൊ കേശു ഓ 97-ലാണ് ഞാൻ കൊല്ലത്ത് നമ്മുടെ മുഖത്തല KSCB വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. ഒരു ദിവസം വൈകിട്ട് ഞാൻ ഓഫീസിലേക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നേ. ഞാൻ സൈക്കിളിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ പെരുമഴ, ഇടിവെട്ടി മഴ. പെട്ടെന്നാണ് ഞാൻ കണ്ടത് ലൈൻ പൊട്ടി റോഡിൽ കിടക്കാണ്, റോഡിലെ വെള്ളത്തിൽ കിടക്കാണ്. അപ്പൊ അച്ഛൻ ടക്കിനെ അപ്പുറത്ത് കമ്പെടുത്ത ലൈൻ കുത്തിപ്പിടിച്ചോണ്ട് 1.5-2 മണിക്കൂർ നിന്ന്, അതുകൊണ്ട് ഒരുപാട് ജീവൻ ഒന്ന് രക്ഷിക്കാൻ പറ്റി. അത് കണ്ടിട്ട് അവിടുത്തെ അന്നത്തെ മറ്റേ സൂപ്പർവൈസറോ എന്തായിരുന്നു, എഞ്ചിനീയർ, പുള്ളിക്കാരൻ വന്നിട്ട് അപ്രിഷിയേറ്റ് ചെയ്തു. അതല്ലേ ഈ കഥ നിനക്ക് എങ്ങനെ അറിയാം? ലച്ചേച്ചി പെണ്ണ് കാണാമെന്ന് ഓർമ്മയുണ്ട് അച്ഛന്? അന്ന് ഒരു കേൾക്കുകയാണ് ഞാനിത്. അതെ, പക്ഷേ അച്ഛന്റെ കഥ എത്ര കേട്ടാലും ബോറടിക്കില്ല. അതാണ് അച്ഛന്റെ കഥകളുടെ ഗുണം. ഓളൂടെ വന്നാ. അപ്പൊ നമുക്കിനി കാര്യത്തിലേക്ക് വരാം. നമ്മളുടെ ചെക്കിംഗ് ഇപ്പൊ ഏകദേശം പൂർത്തിയായി. ഒരു കുഴപ്പമില്ല. ഞാൻ ഉദ്ദേശിച്ചത് ഇത്തിരി കോംപ്ലിക്കേഷൻ ആയിരിക്കും എന്നാണ്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ആകെയുള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞാലേ, ഈ കാണുന്ന സ്വിച്ച് ബോർഡിലാണ്. ഇതിന്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, ഇതിന്റെ ലൈൻ അപ്പുറത്തെ റൂമിലേക്കാണ് പോയേക്കുന്നത്. ആ ജംഗ്ഷനിൽ നിന്ന് ഓവർലോഡ് കയറിയത്താണ് നമുക്ക് നേരത്തെ അയൺ ബോക്സിൽ നിന്ന് ഷോക്ക് അടിച്ചത്. ആ പ്രശ്നം നമ്മളിപ്പോ പരിഹരിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പൊ നീ ഒരു കാര്യം ചെയ്യ്, നീ പോയി അയൺ ബോക്സ് എടുത്തിട്ട് വാ. രാവിലെ ഷോക്ക് അടിച്ചില്ലേ ആ അയൺ ബോക്സ്? എടാ, അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. കാരണം അയൺ ബോക്സിന്റെ കുഴപ്പമില്ല, ഇതിന്റെ പ്രശ്നമായിരുന്നു. അത് നമ്മൾ പരിഹരിച്ചു. അപ്പൊ ഇനി വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പോയി എടുത്തിട്ട് വാ. നിർബന്ധമാണോ? നിർബന്ധമാണ്. അല്ല, ഞാൻ പറഞ്ഞു തന്നെന്ന് വെച്ചാലേ, നമുക്ക് ഇതിപ്പോ ആവശ്യമുണ്ടോ? അത് ഓൾറെഡി അത് കുറച്ച് കംപ്ലൈന്റ് ആയിട്ടിരിക്കുകയാണല്ലോ. സംശയം ഉണ്ടല്ലോ നിനക്ക്. ഞാൻ വേറൊരു കഥ പറഞ്ഞുതരാം. പണ്ട് ഇതുപോലെ ഒരു അയൺ ബോക്സ്. കുഴപ്പമില്ല, അയൺ ബോക്സ് അല്ലേ, ഞാൻ പോയി എടുത്തിട്ട് വാ. ഈ വെള്ളത്തിൽ നല്ല കറണ്ട് ഉണ്ടാവുന്നേ? അതെ. പിന്നെ സോളാറിൽ നിന്നും കറണ്ട് ഉണ്ടാവും. പിന്നെ ഏതിന്ന് ആലോചിച്ചേ? കാറ്റിൽ നിന്ന് കറണ്ട് ഉൽപ്പാദിപ്പിക്കാം. അതെങ്ങനെയാ കാറ്റിൽ നിന്ന് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത്? അതെങ്ങനെയാ? വിൻഡ്മിൽ നിന്ന് കേട്ടിട്ടുണ്ടാ? വലിയ കാറ്റാടി യന്ത്രം. അതെന്തിനാ അതങ്ങനെ കുഴിച്ചിട്ടേക്കണത്? ഒരുപാടെണ്ണം. അറിയത്തില്ല. കറണ്ട് ഉണ്ടാക്കാൻ. അച്ഛൻ വിചാരിച്ചു കഴിഞ്ഞാൽ ചെലവില്ലാതെ കറണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ? അച്ഛൻ വിചാരിച്ചാൽ മാത്രമല്ല, മോള് വിചാരിച്ചാലും ചെലവില്ലാതെ നമുക്ക് കറണ്ട് ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെ? അതിനുവേണ്ടി മോള് നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് പ്രയത്നിക്കണം, പരീക്ഷണങ്ങൾ നടത്തണം. കേട്ടിട്ടില്ലേ? നല്ല നല്ല കണ്ടുപിടുത്തങ്ങൾക്ക് പിന്നിൽ ഒരുപാട് പേരുടെ പ്രയത്നങ്ങളും പരീക്ഷണങ്ങളുമാണ്. മനസ്സിലാവണ്ട? എത്തിയാ? അച്ഛനവസാനം ഈ അയൺ ബോക്സ് നന്നാക്കാൻ തീരുമാനിച്ചല്ലേ? ഈ അയൺ ബോക്സിന് ഒരു കുഴപ്പമില്ല മോളെ. കുഴപ്പമുണ്ടായിരുന്ന ആ സ്വിച്ച് ബോർഡിനാണ്. അത് ഞങ്ങൾ റെഡിയാക്കി. ഇനിയിപ്പോ നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അത്രേ ഉള്ളൂ പരിപാടി. അല്ല, അതിന്റെ ആവശ്യമുണ്ടോ? എന്തേ? അല്ല, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. അച്ഛന് വിശ്വാസക്കുറവുണ്ടോ? എനിക്ക് വിശ്വാസക്കുറവൊന്നുമില്ല. പിന്നെന്താ, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഉണ്ടോ? ആദ്യം നമുക്ക് ഇതിൽ കറണ്ട് വരുന്നുണ്ടോ എന്ന് നോക്കാം. ഉണ്ടോ? വരുന്നുണ്ട്. ഞാൻ നോക്കിയതല്ലേ, ഒക്കെ റെഡിയാക്കിയതല്ലേ. അപ്പൊ ഇനി